പ്രിയമുള്ളവരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള, അതായത് 1201 ചിങ്ങമാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള, ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ സെപ്റ്റംബർ 3 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട്. സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാടം നക്ഷത്രമാണ്. തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടപ്പാച്ചൽ. അത് കഴിഞ്ഞ് 5-ാം തീയതി തിരുവോണമാണ്. അതും കഴിഞ്ഞ് 7-ാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ്, ചതയൻ നക്ഷത്രമാണ്. അന്ന് തന്നെ സെപ്റ്റംബർ 7-ാം തീയതിയും 8-ാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച്, നൊസ്റ്റാൾജിയാണ് ഓണം, ഒരു വികാരമാണ് മലയാളിക്ക്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം ഒരു നൊസ്റ്റാൾജിയ മലയാളിക്ക് തിരുവോണമായാലും, അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട്. അതവർ പ്രകടിപ്പിക്കുന്നു. എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെയായാലും, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും, എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട്. കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ്. പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ. ഇന്ന് മലയാളി മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു. വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു. അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു. എന്തിന് വിദേശികളുടെ വാലന്റൈൻ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഏതായാലും വാരഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ, 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 3-ാം ഭാവത്തിൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളിൽ അഷ്ടമത്തിൽ രാഹു, 9-ൽ ശനി, 12-ാം ഭാവത്തിൽ വ്യാഴം. ഇവിടെ കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കണം. ഉത്സവ സമയമാണ്, ഓണം മുതലായവയൊക്കെ വരികയാണ്. ധാരാളം കാശുകൾ അനാവശ്യമായി പൊടിച്ചു പോകുന്ന സമയമാണ്. കാറ് മാറ്റാം, വാഹനം മാറ്റാം, വീട് പെയിൻ്റ് അടിക്കാം, ചില വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുക, വീട് റെനോവേറ്റ് ചെയ്യാം. ആ രീതിയിൽ ധാരാളം കർമ്മങ്ങൾ വന്ന് തൻ്റെ കാശ് കയ്യിൽ നിന്നും പോകുന്ന സമയമാണ്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം. ആ കാശ് തനിക്ക് ധാരാളം അനാവശ്യമായ ധനനഷ്ടം വരാതെ സൂക്ഷിക്കുക. ധാരാളം ഉപദേശികൾ ഉണ്ടാകാം. നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് ഈ കയ്യിലുള്ള കാശ് മുഴുവനും വെള്ളത്തിലാകുന്ന വാരമാണ്. ശ്രദ്ധിക്കണം. ഈ ഓണക്കാലത്ത് അമ്മയുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. പലപ്പോഴും ദൂരത്ത് വരുന്ന മക്കൾ അമ്മയ്ക്ക് ഓണക്കോടികളൊക്കെ സമ്മാനിക്കണം. അമ്മയുടെ മനസ്സ് നിറക്കണം. അമ്മയ്ക്ക് ഉള്ള കാശ് കൊടുത്ത് അമ്മയെ സന്തോഷിപ്പിക്കണം. അമ്മ ശത്രുവാകുന്ന വാരമാണിത്. അമ്മയെ ശുശ്രൂഷിക്കാൻ യോഗം കുറഞ്ഞ വാരമാണ്. അതിനാൽ വിദേശത്തു നിന്നും ഓടി വരുന്ന മക്കൾ തങ്ങളുടെ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ വാരം നന്നായി മുന്നോട്ട് നീങ്ങുവാൻ. കാരണം 6-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. 6-ൽ ചന്ദ്രൻ വന്നാൽ മാതൃശീലോ തദ്വൽ ന, അമ്മയെ പരിചരിക്കുവാനുള്ള യോഗം കുറയുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ അമ്മയെ സന്തോഷിപ്പിക്കണം. ശുശ്രൂഷ അർത്ഥ സമർപ്പണാദിഭിഹി പ്രീതിം വിദഗ്ധ്യ തയോഹോ എന്നാണ് പ്രമാണം. ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ശുശ്രൂഷ ചെയ്യണം. ശ്രോതമിച്ഛ ശുശ്രൂഷ എന്നാണ് അവർ പറയുന്നത് കേൾക്കണം. അർത്ഥം അവർക്ക് വേണമെങ്കിൽ ധനം കൊടുക്കണം. മരിച്ചു പോയവരാണെങ്കിൽ അവരെ തർപ്പണം ചെയ്യണം. ഇപ്രകാരം മാതൃവിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. ശത്രുക്കൾ ധാരാളം വരുന്ന വാരമാണ്. ശത്രു വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരും, ശത്രുവിനെ ജയിക്കുമെന്നാണ് 6-ൽ ചന്ദ്രൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകും. ഇവിടെ പൂർവികമായ സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ നമ്മുടെ കൈവശമെത്തിയെന്ന് വിചാരിക്കുമ്പോഴും ആരെങ്കിലും ഉടക്ക് വെക്കും. അവിടെയാണ് ശത്രുക്കൾ വരിക. പ്രത്യേകിച്ച് അമ്മാവന്മാർ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരങ്ങൾ മുതലായവരൊക്കെ തന്നെ ആ സ്വത്ത് വിഭജന സമയത്ത് അല്ലെങ്കിൽ സ്വത്ത് വിൽപ്പന സമയത്ത് അതുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈവശമെത്തി ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ
ഉടക്കുണ്ടാക്കാൻ ആളുണ്ടാവും, ശത്രു ഉണ്ടാവും, ശ്രദ്ധിക്കണം. നിർബന്ധമായും ഈ ഒരു വാരം ശത്രുദോഷത്തെ നിങ്ങൾ സംഹരിക്കണം. ശത്രു സംഹാര കുരുതി ചെയ്യുക. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസമൊക്കെ ചെയ്ത് ശത്രു സംഹാര കുരുതി ചെയ്യുക. ഭൂമി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം പൂർവികമായ സ്വത്ത് വിൽക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. അത് തയ്യാറായി ഇരിക്കുമ്പോഴാണ് 12-ലെ വ്യാഴം അനാവശ്യമായ വിവാദങ്ങൾ വരിക. അവിടെ താനും വിട്ടുകൊടുക്കില്ല. കാരണം 12-ലെ വ്യാഴത്തിൻ്റെ ഫലം എന്താണ്? കലഹ എന്നാണ്, മൂർഖനാവുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും ഭൂമിപരമായ വിവാദങ്ങൾ, മറ്റ് ധനപരമായ ഇടപെടലുകൾ തനിക്ക് ലഭിച്ചു എന്ന് കരുതുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കാരണം 2-ൽ ആദിത്യൻ വരുമ്പോൾ അപ്രകാരം ഫലം പറഞ്ഞിരിക്കുന്നു. ഭൂരിദ്രവ്യോ നൃപഹൃതധനി വക്രരോഗി ദിതിയെ. ധാരാളം കാശ് വരും, പക്ഷേ രാജാവ് കള്ളൻ ധനം അപഹരിക്കും. ചീറ്റിംഗ് വരാതെ നോക്കുക. ഈ വാരം ഞാൻ പറഞ്ഞു ഭൗതിക സുഖത്തിന് പ്രാധാന്യമാണ്. ഫാമിലിയിലെത്തുക, ഭാര്യ സൗഭാഗ്യങ്ങൾ ലഭിക്കുക. പലപ്പോഴും പുനർവിവാഹത്തിന് തീരുമാനങ്ങൾ ഉണ്ടാകാം. ആദ്യ ഭാര്യ ഉപേക്ഷിക്കുക. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സെപ്പറേറ്റ് ആയവർ എന്ത് ചെയ്യും? മറ്റൊരു വിവാഹത്തിന് ഒരു പുതിയ ആളുകളെ കാണുക. അപ്രകാരം ചില തയ്യാറെടുക്കലും ഈ വാരത്തുണ്ടാകാം. നിങ്ങൾ വികാരങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് ഫാമിലിയിലും മറ്റ് സൗഹൃദങ്ങളിലും ബുദ്ധിമുട്ടുകൾ വരും. പ്രബലമത ശോക എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ എല്ലാം തന്ത്രപൂർവ്വം കർക്കിടക രാശിക്കാർ നീങ്ങുക. ഭൂമിപരമായ തീരുമാനങ്ങൾ എടുക്കുക. ചതിയിൽപ്പെടാതെ നോക്കുക. മുതൽ ചൊവ്വ വരുമ്പോൾ പലപ്പോഴും തൻ്റെ വാശി ജയിക്കാൻ വേണ്ടി താൻ ചില കളികളൊക്കെ കളിക്കും. അത് തനിക്ക് അപകടമാകാതെ നോക്കുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.